വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, പുറത്തു പറയാൻ പറ്റാത്ത സാധനം എന്താണെന്ന് നിങ്ങൾ പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം, ഒരു ജോഡി കമ്മല്. അന്നേരം ബാലചന്ദ്രൻ കളിയാക്കുകയാണ്, ആഹാ അളിയനിപ്പോൾ കമ്മലൊക്കെ ഇട്ടു തുടങ്ങിയോ? അളിയ, നമ്മൾ ആണുങ്ങൾ ജോഡിയായിട്ട് ഇടില്ല, ഒറ്റ കമ്മലേ ഇടൂ, ദേ ഇതുപോലെയെന്ന് ബാലചന്ദ്രൻ തൻ്റെ കാത് ചൂണ്ടി കാണിക്കുകയാണ് ഗോപാലകൃഷ്ണന്. അന്നേരം രാജേശ്വരി പറയുകയാണ്, എടാ ഇത് ആണുങ്ങൾ ഇടുന്ന തരത്തിലുള്ള കമ്മലല്ല, പെണ്ണുങ്ങളിടുന്ന സ്വർണ്ണ കമ്മല്. അന്നേരം വീണ്ടും ബാലചന്ദ്രൻ പറയുകയാണ്, അപ്പോൾ അത് ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ, അതെന്തിനാ പിന്നെ തിരിച്ചു തരാൻ പറയുന്നത്? എന്നിട്ട് ഗോപാലകൃഷ്ണനെ ഒന്ന് അടിമുടി നോക്കിയിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അതോ ഇനി അളിയൻ വല്ല പുതിയ സെറ്റപ്പ് വല്ലതും തുടങ്ങിയോ? തുടർന്ന് രാജേശ്വരി പറയുകയാണ്, ഇയാളുടെ ഷർട്ട് വാഷ് ചെയ്താൻ എടുത്തപ്പോഴാണ് ഞാനത് കണ്ടത്. ഇയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു ജോഡി കമ്മല്, അപ്പോൾ എനിക്കുള്ളതാണെന്ന് കരുതി ഞാനതങ്ങ് എടുത്തു. എന്താ കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നീ ഇപ്പോൾ അതങ്ങനെ എടുക്കണ്ട, ഇങ്ങോട്ട് തിരിച്ചു താടി. പിന്നെ ആർക്കാ അളിയ കമ്മലെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് രാജേശ്വരി പറയുകയാണ്, സത്യം പറയാൻ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെടാ, അത് വെറും കമ്മലല്ല, സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹധർമ്മിണി കണ്ണീരോടുകൂടി ഊരിക്കൊടുത്ത കർണാഭരണമാണ്. ഇയാൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ചികിത്സാ ചെലവിനായി ശാരദാമ്മ പണയം വെച്ച അതേ കമ്മല്. കമ്മലിനൊപ്പം ആ ഹോസ്പിറ്റലിൽ ക്യാഷ് അടച്ചതിൻ്റെ റെസീപ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കഥയൊക്കെ മനസ്സിലായത്. അന്നേരം ബാലചന്ദ്രൻ കളിയാക്കുകയാണ്, അപ്പോൾ ഒരു പ്രണയം വീണ്ടും തളിരണിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടല്ലോ. ഈ ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് കൊടുത്ത മോതിരം പോലെ കാണും തോറും ഓർക്കാമല്ലോ. അല്ല, സംഗതി ഇപ്പോൾ എവിടെ ഉണ്ട് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അതിപ്പോൾ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്, നമുക്കത് ഇടിച്ച് ചളുക്കി ഏതെങ്കിലും അഴുക്ക് ചാലിൽ ഇട്ടാലോ ചേച്ചി? രാജേശ്വരി പറയുകയാണ്, അത് വേണ്ടടാ, നമുക്ക് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയാം. ഇങ്ങേരുടെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞിട്ട് ഇങ്ങേരുടെ കൺമുന്നിൽ വെച്ച് അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. അത്രയും പറഞ്ഞ് രാജേശ്വരി അകത്തു പോകുമ്പോൾ ബാലചന്ദ്രൻ ശാരദാമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ ചേച്ചി കട്ടോണ്ട് പോയെന്നും പറഞ്ഞ് പാട്ടുപാടി ഗോപാലകൃഷ്ണനെ കളിയാക്കുകയാണ്. ദേഷ്യത്തോടുകൂടി ഗോപാലകൃഷ്ണൻ ബാല വേണ്ട വേണ്ട എന്ന് പറയും തോറും വീണ്ടും കളിയാക്കി പാടുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ദേഷ്യത്തോടുകൂടി ബാലചന്ദ്രനെ അടിച്ച് താഴെയിട്ട ശേഷം നെഞ്ചത്ത് ചവിട്ടി നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം അളിയ വേണ്ട വേണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതിനുശേഷം ഗോപാലകൃഷ്ണൻ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് ബാലചന്ദ്രനെ എറിയാനായി തുനിയുകയാണ്. അന്നേരം ബഹളമൊക്കെ കേട്ട് അവിടേക്ക് വരികയാണ് രാജേശ്വരി. എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നീയൊക്കെ ആ കമ്മൽ ഫ്ലഷ് ചെയ്ത് കളയും അല്ലേടി എന്ന് പറഞ്ഞിട്ട് ഫ്ലവർ വൈസ് ദൂരെ നിലത്തേക്ക് എറിഞ്ഞ് ഉടയ്ക്കുകയാണ്. തൻ്റെ തലയിലാണ് അത് എറിഞ്ഞതെന്ന് കരുതി തലയൊക്കെ പൊത്തിപ്പിടിച്ച് അയ്യോ എൻ്റെ തലയെന്നൊക്കെ ഉറക്കെ വിളിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ചെവിപൊത്തി നിൽക്കുകയാണ് രാജേശ്വരിയും. ഗോപാലകൃഷ്ണന്റെ ആ ഭാവമാറ്റത്തിൽ ആകെ പകച്ചു നിൽക്കുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, കമ്മൽ ഫ്ലഷ് ചെയ്ത് നിനക്കൊക്കെ നശിപ്പിക്കണമല്ലേ, എൻ്റെ തന്നെ അധ്വാനത്തിൽ തിന്നു ചീർത്ത ഈ ചള്ള വയറ്റിലേക്ക് കുത്തി കയറ്റിക്കളയും ഞാൻ, ഓർത്തോ എന്ന് പറഞ്ഞ് വീണ്ടും ബാലചന്ദ്രനെ പേടിപ്പിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം ഗോപാലേട്ടാന്ന് രാജേശ്വരി വിളിക്കുമ്പോൾ കൈ ചൂണ്ടി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മിണ്ടിപ്പോകരുത് നീ, നിനക്കുള്ളതും കൂടിയാണ് ഇവന് ഞാൻ കൊടുത്തത്. ഗോപാലകൃഷ്ണൻ വെറും മണ്ണുണ്ണിയും മണ്ടനുമാണെന്ന് നീയൊക്കെ കരുതിക്കളയരുത്. പെണ്ണുങ്ങൾക്ക് ഇത്രയും അഹങ്കാരമൊന്നും പാടില്ലടി. ദേ ഇനി എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തലയിടാനായിട്ട് വരുമ്പോൾ ഇത് നീ ഓർത്തോളണം. അതേസമയം ഗോപാലകൃഷ്ണൻ രാജേശ്വരിയുടെ കയ്യിലിരിക്കുന്ന കമ്മൽ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആ കമ്മലല്ലേ എടി ഇത്? അന്നേരം പേടിച്ച് അതേന്ന് പറയുകയാണ് രാജേശ്വരി. കൊണ്ടുവാ എന്ന് പറഞ്ഞ് രാജേശ്വരിയുടെ കയ്യിൽ നിന്നും കമ്മൽ വാങ്ങിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതും വാങ്ങി മുകളിലേക്ക് പോകുന്ന ഗോപാലകൃഷ്ണനെ പേടിയോടെ നോക്കി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. പതിയെ ബാലചന്ദ്രൻ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും പറ്റിയോടാന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ഭാഗ്യം കൊണ്ട് തല പോയില്ല ചേച്ചി. എന്നിട്ട് മുകളിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഇനി നമ്മൾ എന്തും ചെയ്യുമ്പോഴേ കുറച്ചൊന്ന് സൂക്ഷിച്ചു നിൽക്കണം ചേച്ചി. അളിയനിപ്പോൾ എന്തും ചെയ്യാൻ മടിയില്ലെന്ന് മനസ്സിലായില്ലേ, കൂടെ കിടക്കുന്ന ആളാണെന്ന് മറക്കണ്ടെന്നുകൂടി ബാലചന്ദ്രൻ പറയുമ്പോൾ ആകെ വിഷമിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ നിൽക്കുകയാണ് രാജേശ്വരി. തുടർന്ന് കാണിക്കുന്നത് രാത്രി വിഷ്ണു തനിക്ക് കിടക്കാനുള്ള ഷീറ്റൊക്കെ തറയിൽ വിരിച്ച് അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ ശാലിനിയില്ല. തുടർന്ന് വാതിലിലേക്ക് നോക്കുകയാണ്, എവിടെ പോയി കാണുന്നില്ലല്ലോ.
അതേസമയം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഇനി തുടങ്ങാം എന്ന് പറഞ്ഞ് തറയിൽ ചാരി ഇരുന്നിട്ട് അയ്യോ എനിക്ക് വയ്യേ, എൻ്റെ കൈ വയ്യേ എന്നൊക്കെ വിളിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ പതിവില്ലാത്ത അഭിനയമൊക്കെ ശ്രദ്ധിച്ച് പതിയെ പതിയെ നടന്നു വന്ന് കട്ടിലേക്ക് ഇരിക്കുകയാണ് ശാലിനി. എന്താണ് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, വയ്യ കുട്ടി, കൈ രണ്ടും ഭയങ്കര വേദന. എന്തുകൊണ്ടാണാവോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ഭാരമെടുത്ത് ഞാൻ എത്ര ദൂരം നടന്നു, കൂടാതെ തന്നെ എടുത്ത് ഞാൻ ഈ സ്റ്റെപ്പ് മൊത്തം കയറുകയും ചെയ്തു. അതിന് ഞാൻ പറഞ്ഞിട്ടാണോ താൻ എന്നെ എടുത്തുകൊണ്ട് നടന്നത്? പിന്നെ ഞാൻ എടുക്കാതെ കാലിൽ മുള്ളും കൊണ്ടിട്ട് താൻ പിന്നെ അവിടെ നിന്ന് പറന്നു വരുമോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, അതെ അതെ, എൻ്റെ കാര്യം അന്വേഷിക്കേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെ ഭർത്താവല്ലേ ഭാര്യയുടെ കാര്യം അന്വേഷിക്കേണ്ടത്. ഇയാൾ എൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ല എന്ന് കരുതിയിട്ട് എനിക്കിപ്പോൾ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? വീണ്ടും അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് വിഷ്ണു. അയ്യോ എൻ്റെ മുട്ടെ, ഈ മുട്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പുഷപ്പ് എടുക്കുക എന്നൊക്കെ പറഞ്ഞങ്ങ് അഭിനയിക്കുകയാണ് വിഷ്ണു. അന്നേരം എഴുന്നേറ്റ് ശാലിനി പറയുകയാണ്, ശരി, ഞാൻ അന്വേഷിച്ചില്ല എന്ന് വേണ്ട, കൈ വേദനയാണെങ്കിലേ നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോകാം. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ, ഇത് അങ്ങനെ മാറുന്ന വേദനയൊന്നുമല്ല. പിന്നെ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, തണുത്ത തറയിൽ കിടക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് ബെഡ് നോക്കി പറയുകയാണ്, ബെഡിൽ കിടന്നാലേ എൻ്റെ വേദന അങ്ങ് മാറിക്കോളും. എന്നാലേ അപ്പുറത്തെങ്ങാനും പോയി ബെഡിൽ കിടന്നോ എന്ന് പറഞ്ഞ് തിരികെ കട്ടിലേക്ക് വന്നിരിക്കുകയാണ് ശാലിനി. പെട്ടെന്ന് വിഷ്ണു എണീറ്റ് കട്ടിലിന് താഴെ ശാലിനിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറയുകയാണ്, അതെ, വേറൊരു ബെഡിൽ കിടന്നാലും മാറില്ല, ഈ ബെഡിൽ കിടന്നാലേ എൻ്റെ വേദന മാറുകയുള്ളൂ. അന്നേരം ശരി, കിടന്നോന്ന് പറയുകയാണ് ശാലിനി. അതിയായ സന്തോഷത്തോടു കൂടി ചാടി കട്ടിലേക്ക് കയറുകയാണ് വിഷ്ണു. എന്നിട്ട് കിടക്കാമെന്ന് പറയുന്നു. അന്നേരം ശാലിനി കട്ടിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. അയ്യോ, ഇതെവിടെ പോവുകയാണ്? ഞാൻ താഴെ കിടന്നോളാമെന്ന് ശാലിനി പറയുമ്പോൾ കൈയൊക്കെ ചുരുട്ടിയിട്ട് ഒറ്റ ഇടി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ്, വേണ്ട, ഞാൻ തന്നെ താഴെ കിടന്നോളാം. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അല്ല, ഇപ്പോൾ കൈവേദനയൊക്കെ പോയോ? പോയി എന്ന് പറഞ്ഞിട്ട് തറയിലേക്ക് കിടക്കുകയാണ് വിഷ്ണു. കിടന്ന ശേഷം ശാലിനിയെ നോക്കി വിഷ്ണു പറയുകയാണ്, നന്ദിയില്ലാത്ത താടക, ഇത്രയും നേരം ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ എടുത്തോണ്ട് നടന്നിട്ട് എന്ന് പറയുമ്പോഴേക്കും ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞതാണ്. അന്നേരം ശാലിനി പറയുകയാണ്, അയ്യോ, അത്രയും നീളത്തിലുള്ള ഗുഡ് നൈറ്റ് ഒന്നും വേണ്ട, ഗുഡ് നൈറ്റ് അത്ര മതി എന്ന് പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി സ്വയം ചിന്തിക്കുകയാണ്, എങ്ങനെ വിശ്വസിച്ച് കൂടെ കിടത്തുക? തൊടാനും പിടിക്കാനുമുള്ള ഒരവസരം കിട്ടിയാൽ അപ്പോഴത് മുതലെടുക്കും. മൊത്തം കള്ളത്തരമാണ് എന്നൊക്കെ ശാലിനി ചിന്തിക്കുമ്പോഴേക്കും കൂർക്കം വലിക്കുന്നത് പോലെ ഭയങ്കരമായ സൗണ്ട് ഉണ്ടാക്കുകയാണ് വിഷ്ണു. വീണ്ടും ശാലിനി കരുതുകയാണ്, കൂർക്കം വലി മാറണമെങ്കിലും ബെഡിൽ കിടക്കണമായിരിക്കും. അങ്ങനെ ഇപ്പോൾ വേണ്ട, എന്നെ കുറേ നേരം എടുത്തോണ്ട് കിടന്നങ്ങ് സുഖിച്ചതല്ലേ. അത് കേട്ടിട്ട് അതിനാരാ സുഖിച്ചതെന്ന് ഉറക്കെ ചോദിച്ചിട്ട് വീണ്ടും കൂർക്കം വലിക്കുകയാണ് വിഷ്ണു. ശല്യപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക എന്നൊക്കെ ശാലിനി ചിന്തിക്കുമ്പോൾ തിരിഞ്ഞ് ശാലിനി ഉറങ്ങിയോന്ന് നോക്കുകയാണ് വിഷ്ണു. അന്നേരം തന്നെ നോക്കി ആയിരുന്നു ശാലിനി. പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞ് വെറുതെ തിരിഞ്ഞൊക്കെ കിടക്കുകയാണ് വിഷ്ണു. ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കിടന്നിട്ട് വിഷ്ണു അങ്ങ് ഉറങ്ങുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീട്ടിൽ ഉമ്മറത്തിരിക്കുന്ന വിജയലക്ഷ്മിക്ക് ഗുളിയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് അമ്മാവൻ. പുറത്തേക്കൊക്കെ നോക്കിയിട്ട് അമ്മാവൻ പറയുകയാണ്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, സമയം രാത്രിയായി, ഈ ചെറുക്കനിത് എവിടെ പോയി കിടക്കുകയാണ്? വയ്യാത്ത ഒരാൾ ഇവിടെയുണ്ട് എന്നൊരു ചിന്ത പോലും അവനില്ല. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാലോ ആരെയാണെന്ന് വിളിക്കുക? അവൻ ആ പെണ്ണിന് പിന്നാലെ ചുറ്റാൻ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും പോകില്ല. എന്തൊക്കെ പറഞ്ഞാലും കുടുംബസ്നേഹമുള്ളവനാണ് രാജീവ്. അതേസമയം അവിടേക്ക് കാറിലെത്തുകയാണ് രാജീവ് ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഫ്രണ്ട് സീറ്റിലെ മറ്റേ ഡോർ തുറന്ന് ശാരികയെ പുറത്തേക്ക് ഇറക്കുകയാണ്. ഇരുട്ട് കാരണം ശാരികയുടെ മുഖം കാണാതിരുന്ന വിജയലക്ഷ്മി അതാരാ അവൻ്റെ കൂടെയെന്ന് ചോദിക്കുമ്പോൾ വെട്ടത്തേക്ക് നീങ്ങി വരികയാണ് ശാരികയെ കണ്ട് പെട്ടെന്ന് അമ്പരന്ന് ചാടി എഴുന്നേൽക്കുകയാണ് വിജയലക്ഷ്മി. ഇതാ മൂദേവി ശാരികയല്ലേ എന്ന് ദേഷ്യത്തോടെ വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ അമ്മാവനും പറയുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി? ഇതങ്ങനെ വിടാൻ പാടില്ല വിജയെ. തുടർന്ന് രാജീവ് ശാരികയോട് പറയുകയാണ്, ധൈര്യമായിട്ട് വാ, ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. രാജീവ് ശാരികയുടെ കൈയും പിടിച്ച് നടന്നു വരുമ്പോഴേക്കും വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്ത് ധൈര്യമാടാ നിനക്ക് വല്ല തെണ്ടി പെണ്ണുങ്ങളുടെയും കൈയും പിടിച്ച് കയറി വരാൻ? അന്നേരം രാജീവ് പറയുകയാണ്, ഇത് തെണ്ടി പെണ്ണൊന്നും അല്ല, ഇതെൻ്റെ ഭാര്യയാണ്. കല്യാണം കഴിക്കാതെ എങ്ങനെയാടാ ഭാര്യയാവുന്നത്? അല്ലാതെ ബന്ധങ്ങൾക്ക് പേര് വേറെയാണ്.
ആ സംസാരം കേട്ട് ആകെ ദേഷ്യപ്പെട്ട് രാജീവ് പറയുകയാണ്, ശാരികയെ ഞാൻ കല്യാണം കഴിച്ചമ്മേ, ഞാൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അന്നേരം ശാരികയുടെ കഴുത്തിൽ കിടക്കുന്ന താലി ശ്രദ്ധിച്ച് ആകെ കലിതുള്ളി നിൽക്കുകയാണ് വിജയലക്ഷ്മി. അങ്ങനെ എവിടെയെങ്കിലും വെച്ച് ഒരു താലി കഴുത്തിൽ കെട്ടിയാൽ അത് കല്യാണമാകുമോ? ഞാൻ ഈ ബന്ധം അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ശാരിക പറയുകയാണ്, അമ്മ പൊറുക്കണം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം. ആകെ കലിതുള്ളി വിജയലക്ഷ്മി പറയുകയാണ്, ആരാടി നിന്റെ അമ്മ? അനിയത്തിയേക്കാൾ കേമിയാണ് നീ. അവൾ 10 പൈസ ചെലവാക്കാതെ സത്യഭാമയുടെ മകനെ അങ്ങ് കെട്ടി. കോളേജിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത നീ കോളേജ് ലെക്ചറേയും കെട്ടി. സ്ത്രീധനമായി ചോദിച്ച 30 പവൻ പോയിട്ട് 3 പവൻ പോലും തരാതെ വിജയലക്ഷ്മിയുടെ വീട്ടിൽ കയറാൻ ചായക്കടക്കാരിയുടെ തലയിൽ ഉദിച്ച ബുദ്ധി. നടക്കില്ല മോളെ, വിജയലക്ഷ്മിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ കല്യാണം ഞാൻ അംഗീകരിക്കില്ല. അന്നേരം അമ്മാവൻ പറയുകയാണ്, ഈ കുരുട്ടു ബുദ്ധി ഇവളുടേതാകില്ല വിജയെ, ഇതിനു പിന്നിൽ ശാലിനി തന്നെയാണ്. ഇതുപോലത്തെ നാടകങ്ങളൊക്കെ ആടാൻ മിടുക്കിയാണ് അവള്. തുടർന്ന് വിജയലക്ഷ്മി രാജീവിനോട് പറയുകയാണ്, രാജീവെ, ഇവളെ ഇറക്കി വിട്ടിട്ട് ഈ വീട്ടിനകത്തേക്ക് വന്നാൽ നിനക്ക് ഇവിടേക്ക് കയറാം, അതോ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങണോ? അന്നേരം ശാരിക പറയുകയാണ്, അമ്മയും അമ്മാവനും അറിയാതെ കല്യാണം നടത്തിയത് തെറ്റായിപ്പോയി, മാപ്പ് തരണം അമ്മേ, എന്നെ സ്വീകരിച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കാലിൽ വീഴുകയാണ് ശാരിക. അന്നേരം ശാരികയെ കൈകൊണ്ട് ദൂരേക്ക് തള്ളിക്കളയുകയാണ് വിജയലക്ഷ്മി. ശാരികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് രാജീവ് പറയുകയാണ്, അമ്മേ, അമ്മ ഇപ്പോൾ കൈവച്ചത് എൻ്റെ ഭാര്യയുടെ ദേഹത്താണ്. അത് കേട്ട് ആകെ ദേഷ്യപ്പെട്ട് നിന്റെ ഭാര്യ അല്ലേടാന്ന് പറഞ്ഞിട്ട് ശാരികയുടെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചു പൊട്ടിച്ച് രാജീവിന് നേരെ നീട്ടി വിജയലക്ഷ്മി പറയുകയാണ്, ദാ നീ കെട്ടിയ താലി. ആകെ അമ്പരന്ന ശാരിക നിൽക്കുമ്പോൾ തുടർന്ന് വിജയലക്ഷ്മി പറയുകയാണ്, ഇവളിപ്പോൾ നിന്റെ ഭാര്യയല്ല, അന്യായ ഒരു പെണ്ണ്. ഇനി എൻ്റെ മോൻ്റെ കൺവെട്ടത്ത് പോലും നീ വന്നു പോകരുത് എന്ന് പറഞ്ഞ് ശാരികയെ തള്ളി താഴെ ഇടുകയാണ് വിജയലക്ഷ്മി. ശാരി എന്നും പറഞ്ഞ് രാജീവ് ശാരിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുമ്പോൾ വിജയലക്ഷ്മി പെട്ടെന്ന് രാജീവിനെ കടന്നു പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, തൊട്ടുപോകരുത് അവളെ. തുടർന്ന് ഇതുകൂടി കൊണ്ടുപോടി ശവമേ എന്ന് പറഞ്ഞിട്ട് ആ പൊട്ടിച്ച താലി ശാരികയുടെ ദേഹത്തേക്ക് എറിയുകയാണ് വിജയലക്ഷ്മി. അന്നേരം ശാരിക ഓർക്കുന്നത് ഗോപാലകൃഷ്ണൻ പണ്ട് ശാരദാമ്മയും മക്കളെയും കൂടി വീടിന് വെളിയിലാക്കി കഥകടച്ച സംഭവങ്ങളൊക്കെയാണ്. ഈ സംഭവങ്ങളെല്ലാം സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ശാലിനി. ആകെ പരിഭ്രമിച്ച് എഴുന്നേറ്റിരുന്ന ശാലിനി വിഷ്ണുവിനെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു നല്ല സുഖമായി ഉറങ്ങുന്നു. തുടർന്ന് എഴുന്നേറ്റ് ശാലിനി ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുന്നു. തിരികെ കട്ടിലേക്ക് വന്നിരുന്നിട്ടും ആ കണ്ട സ്വപ്നത്തെപ്പറ്റി വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ശാലിനി. രാജീവ് സാറിൻ്റെയും ശാരി ചേച്ചിയുടെയും വിവാഹം കഴിഞ്ഞത് വിജയാൻ്റെ അറിയുമ്പോൾ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ആകെ ചിന്തിക്കുകയാണ് ശാലിനി. എന്നിട്ട് വിഷ്ണുവിനെ നോക്കി എല്ലാം ഒപ്പിച്ചു വച്ചിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് തലേണ എടുത്ത് വിഷ്ണുവിൻ്റെ മേപ്പോട്ട് എറിയുകയാണ്. അതേസമയം ഉറക്കത്തിൽ തന്നെ വിഷ്ണു തലേണ പുറത്തേക്ക് വീഴുമ്പോൾ അത് കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ കിടക്ക് ചക്കരെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് തലേണയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണു വീണ്ടും ശാലിനി അടുത്ത് കിടക്ക് എന്ന് പറഞ്ഞ് തലേണ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. അത് കണ്ട് ആകെ ദേഷ്യം വരികയാണ് ശാലിനിക്ക്. ശാലിനി പിന്നീട് കട്ടിൽ കിടന്ന ശേഷം തിരിഞ്ഞു കിടക്കുന്നു. വീണ്ടും വിഷ്ണുവിനെ നോക്കുമ്പോൾ ഇങ്ങോട്ട് ചേർന്ന് കിടക്കുന്നൊക്കെ പറയുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഐസിയുവിന് വെളിയിൽ നിൽക്കുന്ന രാജീവിനെയാണ്. അതേസമയം നഴ്സ് രാജീവിന് മരുന്ന് വാങ്ങാനുള്ള തുണ്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. തുണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാരിക രാജീവിനെ ഫോൺ ചെയ്യുകയാണ്. പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഹലോ എന്ന് വയ്ക്കുകയാണ് രാജീവ്. തുടർന്ന് ശാരിക ഹലോ എന്ന് വയ്ക്കുമ്പോൾ ആരാ മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് രാജീവ്. ആ വിളിച്ച സന്തോഷം പോയി ശാരിക പറയുകയാണ്, എൻ്റെ പേര് ശാരിക, കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയുടെ മകളാണ്. എൻ്റെ കഴുത്തിൽ ഇന്നലെ ഒരു പുരുഷൻ താലി കെട്ടിയിരുന്നു, അയാളുടെ നമ്പറാണെന്ന് കരുതിയാണ് ഞാൻ വിളിച്ചത്. സോറി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ശാരിക. ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച രാജീവ് തിരികെ ശാരികയെ വിളിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് അന്നേരം ശാരിക. വീണ്ടും രാജീവ് വിളിക്കുന്നുണ്ടെങ്കിലും ശാരിക ഫോൺ എടുക്കുന്നില്ല, സൈലൻ്റാക്കി വെക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് അതിലെ പോവുകയാണ് ശാരദാമ്മ. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്